എന്നാലും എന്തിനാണ് ഈ ട്രംപ് ഗ്രീൻലാൻഡ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്, ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ 21,66,086 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ദ്വീപ്. അതായത് വൻ യൂറോപ്യൻ രാജ്യങ്ങളായ UK, ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ചേർത്ത് വെക്കുന്നതിനേക്കാൾ കൂടുതൽ വലിപ്പം. പക്ഷെ ആകെയുള്ളതോ വെറും 57,000 ജനങ്ങൾ. ഈ പ്രദേശത്തിന്റെ 80% മഞ്ഞുകൂടി കിടക്കാണ്. അതും കിലോമീറ്ററുകൾ കനത്തിലുള്ള മഞ്ഞുപാളികൾ. അതിൻ്റെ ഉള്ളിൽ ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ വെള്ളം, അത്യപൂർവമായ ധാതുക്കൾ, പിന്നെ ആർട്ടിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങൾക്കിടയിലുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനം. ഇതൊക്കെ പോരെ? അത് മാത്രല്ലല്ലോ, വേറെ എന്തെങ്കിലും കാരണം കൂടെ ഉണ്ടാവുമല്ലോ. ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ മാത്രമല്ല, അവിടെയുള്ള അത്യപൂർവ ധാതുക്കളാണ് ട്രംപിന്റെ കണ്ണ് എന്നാണ് പൊതുവെ പറയുന്നത്. ടെർബിയം, ഡിസ്പ്രോസിയം എന്നീ അത്യപൂർവ ധാതുക്കളുടെ വൻ നിക്ഷേപം ഗ്രീൻലാൻഡിലുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ മിക്കതിന്റെയും നിർമ്മാണത്തിന് ഈ ധാതുക്കൾ അത്യന്താപേക്ഷിതമാണ്. നിലവിൽ ലോകത്ത് ഈ മേഖല കൈയടക്കി വെച്ചിരിക്കുന്ന ചൈനയാണ്. അപ്പൊ ചൈനയുടെ ആധിപത്യം അവസാനിപ്പിച്ച് ഈ അത്യപൂർവ ധാതുക്കളുടെ കുത്തകാവകാശം സ്വന്താക്കുക എന്നുള്ളത് ട്രംപിന്റെ ഒരു മോഹമാണ്. എന്നിട്ട് ട്രംപ് അങ്ങനെയൊന്നല്ലല്ലോ പറയുന്നത്. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അത്യാവശ്യമാണെന്നാണല്ലോ പറയുന്നത്. അതായത് ആർട്ടിക് മേഖലയിൽ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം കൂടുമ്പം അത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയാവുന്നുണ്ടെന്നാണ് ട്രംപിന്റെ വാദം. 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം തൊട്ട് ട്രംപ് ഈ കാര്യം പറയുന്നതാണ്. അതൊരു വെറൊരു കരാറോ പാട്ടോ കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥാവകാശം തന്നെ വേണമെന്നുമാണ് ട്രംപ് പറയുന്നത്. അത് ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ജനങ്ങൾക്ക് $1,00,000 വരെ കൊടുക്കാമെന്നും അതല്ല ഇനി ഡെൻമാർക്കിന്റെ ഗ്രീൻലാൻഡ് വില കൊടുത്ത് വാങ്ങാമെന്നും ഒക്കെ ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ആവശ്യമുള്ള 50 ധാതുക്കളിൽ 37 എണ്ണത്തിന്റെ വൻ നിക്ഷേപം ഗ്രീൻലാൻഡിലുണ്ടെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പൊ അത് തന്നെയായിരിക്കുമല്ലോ ഈ മോഹത്തിന് പിന്നിൽ.